ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് വന്യമൃഗശല്യത്തിനെ പറ്റിയാണ്. വന്യമൃഗശല്യമാണോ അല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി എന്താണ് ഫേസ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ റൂട്ട് കോസ് അനാലിസിസ് ചെയ്താൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. മൃഗങ്ങളെ നമുക്ക് ഉപദേശിക്കാൻ പറ്റില്ല, മനുഷ്യന്മാർക്ക് ജീവിക്കുകയും വേണം. അപ്പോൾ ഇതിന് ഒരു അമിക്കബിൾ സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. റൂട്ട് കോസ് അനാലിസിസ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും ഗവൺമെൻറ്റാണ് ഇതിന് ആക്ഷൻ എടുക്കേണ്ടത്. എല്ലാവർക്കും ജീവിക്കണം, മൃഗങ്ങൾക്കും ജീവിക്കണം, മനുഷ്യന്മാർക്ക് ജീവിക്കണം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കാട്ടിൽ മൃഗങ്ങൾക്ക് അതിൻ്റേതായ സോഴ്സ്, ഭക്ഷണം, വെള്ളം ഇതൊക്കെ മതിയായ രീതിയിൽ ലഭിക്കുന്നുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കണം. അതില്ലെങ്കിൽ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ഗവൺമെൻറ്റാണ് കണ്ടെത്തേണ്ടത്. ഇതൊന്നും കിട്ടാത്തത് കൊണ്ടാണ് വൈൽഡ് ആനിമൽസ് നാട്ടിലേക്ക് ഇറങ്ങിയത്. അത് തടയാൻ നമുക്ക് ആകെയുള്ള മാർഗം ഇതാണ്. കർണാടകയിലെ ബന്ദിപ്പൂർ, നാഗർഹോള് അവിടെയൊക്കെ വന്യമൃഗങ്ങൾ ധാരാളമുണ്ട്, ഗ്രാമങ്ങളുമുണ്ട്. പക്ഷെ അവിടെയൊന്നും വയനാട് പോലെ ഇത്രയധികം ദുരന്തങ്ങളും ആവർത്തിക്കുന്നില്ല. ആകെ ഇന്ത്യയിൽ ഉള്ളത് 2200 കടുവകളാണ്. ഇതിനൊക്കെ വെടിവെച്ച് കൊണ്ട് കൂട്ടിലിട്ട് പിടിച്ച് അങ്ങനെയാണെങ്കിൽ ഇവർ സർവൈവ് ആവില്ല. ഇവർ അധികകാലം കടുവ എന്ന് പറഞ്ഞ ജീവി ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കാരണക്കാർ ആയ ആൾക്കാർ ഇതിൻ്റെ ആക്ഷൻ എടുക്കണം. അതായത് ഗവൺമെൻറ് ഇതിനെപ്പറ്റി പഠിച്ച് എത്ര കടുവയുണ്ട് ഓരോ ഡിവിഷനിലും, അതിന് സ്പ്രേ ഉണ്ടോ, അതിന് മതിയായ വെള്ളം കിട്ടുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും സ്റ്റഡി ചെയ്ത് അതിന് കണക്കായിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നന്ദി, നമസ്കാരം.